ശ്രീ കെ ജയന്ത്. സർ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ +2 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുവാൻ ഈ സർക്കാർ മുന്നോട്ട് വന്നു എന്നുള്ളത് മന്ത്രിയുടെ മറുപടിയിൽ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് വലിയ സംഘർഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന്, ഹയർ സെക്കൻഡറി മേഖലയിൽ +2 ഇല്ലാത്ത ഒരുപാട് ഇടങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ. അവിടെ സീറ്റ് അനുവദിക്കുവാനും അതോടൊപ്പം +2 സീറ്റ് അനുവദിക്കുവാനും അതോടൊപ്പം ഇതിലുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. യഥാർത്ഥത്തിൽ ചിലയിടങ്ങളിൽ വളരെ കുറച്ച് കുട്ടികൾ പഠിക്കുക, ചിലയിടങ്ങളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുക. അപ്പോൾ ഇതിനൊരു സമഗ്രമായ, ഇനി ഒരിക്കലും ഒരു പ്രവേശന കാലത്ത് ഇതുപോലുള്ള സങ്കടകരമായ സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു വളരെ കൃത്യമായൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നാണ് അറിയേണ്ടത്. മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 12ാം ക്ലാസ് വരെയാണ്. അപ്പോൾ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്ത സ്ഥിതി വരികയാണ്. അപ്പോൾ ശരിക്കതൊരു വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ നിഷേധം കൂടിയാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ ഇത് പുനഃക്രമീകരിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ശ്രമകരമായ പണിയാണ്. ഒരൊറ്റ വർഷം കൊണ്ടത് പൂർത്തിയാകില്ലെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ കിട്ടാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും.